അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു ഞങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ രൂപത്തിൽ ഒരു പിശാചിനും ഒരിക്കലും രൂപാന്തരപ്പെടാൻ കഴിയില്ല. അത് ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടതാണ്. അതിനെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല. അതേ സമയത്ത് ഏതോ ഒരു മനുഷ്യൻ വന്ന് എന്തോ ഒന്ന് കണ്ടിട്ട് ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അതൊക്കെ വിഴുങ്ങാൻ മാത്രം നമ്മൾ ആയി പോകാനും പാടില്ല എന്ന് നമ്മൾ മുമ്പൊരിക്കൽ വിശദീകരിച്ചിരുന്നു. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇബ്രാഹിം നബിനെ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വർക്കത്ത് കാണില്ല, നേരത്തെ കാണുന്നത്. അതാ സംഭവം മനസ്സിലാക്കുന്നത്. വർക്കത്ത് പോയി നമ്മൾ കാണുമല്ലോ, പലരും കാണും. കണ്ടത് അവരാവും ചെയ്യുക, അല്ലാതാവും ചെയ്യുക. അത് വേറെ സംഗതി. നമ്മൾ കണ്ടുകൊണ്ട് കണ്ടവരായിക്കോളൊന്നുമില്ല. അത് ആരെ കണ്ടാലും അങ്ങനെ തന്നെ. റസൂലാനെ കണ്ടാലും അത് റസൂലാനെ ആയിക്കോളൊന്നുമില്ല. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ലാതെ ശൈത്താൻ ഞാൻ റസൂലാന്ന് വന്ന് പറയുക എന്നോട്, മനസ്സിലായി? അപ്പോൾ ഈ കാണുന്നത് ചിലപ്പോൾ ശൈത്താനായിരിക്കും. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരും. അതാണ് ആ ഹദീസിന്റെ അർത്ഥം. അല്ലാതെ നമ്മൾ ആ റസൂലാനെ കണ്ട റസൂലാനെ എന്നുള്ള അർത്ഥത്തിലല്ല. അത് ശൈത്താൻ എനിക്ക് റസൂലുള്ളാഹിന്റെ രൂപത്തിൽ രൂപപ്പെട്ട് വരാൻ സാധ്യത. അപ്പോൾ റസൂലുള്ളാഹി ആരാന്ന് മനസ്സിലാക്കണമെങ്കിൽ റസൂലുള്ളാഹിനെ നമ്മൾ കണ്ടേ. അപ്പോൾ അതെന്തോ ആവട്ടെ, നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ പലരും കാണും. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അമ്പിയാക്കന്മാർ റസൂലുള്ളാഹി കണ്ടു തന്നെ സ്വപ്നത്തിൽ കണ്ടു എന്നല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടു. പിശാചിന് ഒരുപാട് രൂപത്തിൽ, ഏത് രൂപമാകട്ടെ, അതിലൊക്കെ പിശാച് വന്നിട്ട് പറയാ അന റസൂലുള്ളാഹ്. പറയാന്നുള്ളതല്ല പ്രധാനം. അവിടെ അതിന്റെ പോയിന്റ്. ഉറക്കത്തിൽ വന്നിട്ട് ഞാൻ റസൂലാണെന്ന് കള്ളത്തരം പറയാൻ പിശാചിന് കഴിയില്ല. പിശാചിന് ഒരുപാട് രൂപത്തിൽ, ഏത് രൂപമാകട്ടെ, അതിലൊക്കെ പിശാച് വന്നിട്ട് പറയാ അന റസൂലുള്ളാഹ്. പറയാന്നുള്ളതല്ല പ്രധാനം. നിങ്ങൾ ഏത് രൂപത്തിൽ കണ്ടാലും അതാരാന്ന് ഉറപ്പിച്ചോളണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫുൾ വിശേഷണങ്ങൾ കാണുന്നില്ല, ചിലതുമില്ല, മനസ്സിൽ ബോധ്യപ്പെടുന്നില്ല. വെറുതെ ആരോ ഒരാൾ അള്ളാന്റെ റസൂലാന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയപ്പെട്ടു. എന്നാ തന്നെ റസൂലാന്ന് ഉറപ്പിക്കണം. അതാരാ അവിടെ പറഞ്ഞ്? ഉറക്കത്തിൽ വന്ന് അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഓഫീസിലേക്കും നിങ്ങൾ വിളിക്കണ്ട, ഒരു പണ്ഡിതന്റെയും സർട്ടിഫിക്കറ്റ് വേണ്ട. അന റസൂലുള്ളാഹ് എന്ന് പറയാൻ ഒരു പിശാചിനും കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫുൾ വിശേഷണങ്ങൾ കാണുന്നില്ല, ചിലതുമില്ല, മനസ്സിൽ ബോധ്യപ്പെടുന്നില്ല. വെറുതെ ആരോ ഒരാൾ അള്ളാന്റെ റസൂലാന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയപ്പെട്ടു. എന്നാ തന്നെ റസൂലാന്ന് ഉറപ്പിക്കണം. അതാരാ അവിടെ പറഞ്ഞ്? ഒരാള് വന്നിട്ട് ഞാൻ റസൂലുള്ളയാണ് എന്നാണ് പറഞ്ഞാല് പിന്നെ തോന്നണമൊന്നുമില്ല. റസൂലുള്ളയാണെന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളയാണെന്ന് അംഗീകരിക്കണോ? അംഗീകരിക്കൽ നിർബന്ധമാണ് എന്നാണ് എന്റെ മറുപടി. അംഗീകരിച്ചേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫുൾ വിശേഷണങ്ങൾ കാണുന്നില്ല, ചിലതുമില്ല, മനസ്സിൽ ബോധ്യപ്പെടുന്നില്ല. വെറുതെ ആരോ ഒരാൾ അള്ളാന്റെ റസൂലാന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയപ്പെട്ടു. എന്നാ തന്നെ റസൂലാന്ന് ഉറപ്പിക്കണം. അതാരാ അവിടെ പറഞ്ഞ്? ഞാൻ റസൂൽ